പലതരം വാഗ്ദാനങ്ങൾ നൽകി ഒട്ടേറെ പേരിൽ നിന്ന് ലക്ഷങ്ങൾ തട്ടിയെടുത്ത സംഭവത്തിൽ വീട്ടമ്മ പിടിയിലായി. കൊല്ലം ചവറ സ്വദേശി സരിതയാണ് അറസ്റ്റിലായത്. ഇവരുടെ ഭർത്താവ് അംബുജാക്ഷൻ ഒളിവിലാണ്. പഞ്ചായത്തിന്റെ വീട് അനുഭവിച്ചപ്പോഴേ സ്ഥലമില്ല, സരിതയെ ചവറയിലെ വീട്ടിൽ നിന്ന് ഇന്നലെ വൈകിട്ടാണ് അറസ്റ്റ് ചെയ്തത്. കേസിലെ രണ്ടാം പ്രതിയും ഭർത്താവുമായ അംബുജാക്ഷൻ ഒളിവിലാണ്. മത്സ്യബന്ധന ബോട്ട്, സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയവയിൽ ബിസിനസ് പങ്കാളിത്തം നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വീട് നിർമ്മിച്ച് നൽകാമെന്ന വാഗ്ദാനം നൽകി 40-ൽ അധികം പേരിൽ നിന്ന് പണം കൈപ്പറ്റി. ചിട്ടി, അത്തച്ചിട്ടി തുടങ്ങിയവയിൽ അംഗങ്ങളായവരിൽ നിന്നും പണം തട്ടിയെന്നും ആരോപണമുണ്ട്. അതിൻ്റെ പൈസ ചോദിക്കുമ്പോൾ പറയും ചിട്ടിയിലിടുക. അങ്ങനെ കൂട്ടി 25 ലക്ഷം എൻ്റെ മരുമക്കൾ രണ്ടും എന്നെ ഇപ്പം എൻ്റെ മക്കളും കൂടെ കയറ്റുന്നില്ല. ഞാൻ മുഖാന്തരം അവരെ കാശ് പോയി എന്നെ പിടിച്ചോണ്ട് കാശ് കൊടുത്തെങ്കിലേ ഒക്കത്തുള്ളൂ. അവർക്ക് 1 സെൻറ്റ് ഭൂമി എൻ്റെ 2 മരുമക്കൾക്കും ഇല്ല. അവർക്ക് എവിടെയെങ്കിലും 4 സെൻറ്റ് മേടിച്ച് കൊടുക്കാൻ ചെല്ല ഞാനിത് കാണിച്ചത്. എന്നെ ചതിച്ച് 10-14 ലക്ഷം രൂപ കയ്യെ കിടന്ന 2 മോതിരും ഇവള് വശം പറഞ്ഞ് മേടിച്ച് കരഞ്ഞു കാണിച്ച്. ചവറ മേനാമ്പള്ളി സ്വദേശിനി ലിസിയുടെ പരാതിയിലാണ് കേസെടുത്തത്. ഇവരിൽ നിന്ന് 32 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നാണ് ആരോപണം. ഇവരെ കൂടാതെ ചെറുതും വലുതുമായ ഒട്ടേറെ തുക നഷ്ടമായവർ പരാതിയുമായി ചവറ പോലീസ് സ്റ്റേഷനെ സമീപിക്കുന്നുണ്ട്. അങ്ങനെ ഒരു അമ്മാമ്മയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ ഇവക്ക് ശക്തി പകർന്നു കൊടുക്കുന്നത്. ഈ അമ്മാമ്മ മുഖേനയാണ് ഈ സൂപ്പർ മാർക്കറ്റ്, ഈ ബോട്ടും എല്ലാം കൈകാര്യം ചെയ്യുന്നത് അമ്മാമ്മയാണ്. അവിടെ അമ്മയെക്കാട്ടിൽ വലിയൊരു സ്വപ്നമാണ് അവിടെ അമ്മാമ്മയെന്നാണ് എന്നോട് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഈ കാശുകളെല്ലാം മേടിച്ചത്. കഴിഞ്ഞ ദിവസം പരാതിയുമായി എത്തിയ സ്ത്രീ സ്റ്റേഷനിൽ കുഴഞ്ഞു വീണിരുന്നു. ഇവരെ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി. കയ്യിലുണ്ടായിരുന്ന സമ്പാദ്യവും കടം വാങ്ങിയും സ്വർണ്ണാഭരണങ്ങൾ വിറ്റും ലഭിച്ച പണം ഉൾപ്പെടെയാണ് തട്ടിച്ചുകൊണ്ട് പോയത്. പഞ്ചായത്തിന്റെ വീട് അനുഭവിച്ചപ്പോഴേ സ്ഥലമില്ല, മാതൃഭൂമി ന്യൂസ്, കൊല്ലം.